ഗുഡ് മോർണിംഗ്. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഓഗസ്റ്റ് മാസം 30-ാം തീയതിയാണ്. 29-ാം തീയതി വരെ 29-ാം തീയതി വരെ നമ്മൾ പഠിച്ച വചനങ്ങൾ 26 വചനങ്ങളാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ 26 വചനങ്ങൾ നാം പഠിക്കാൻ പഠിച്ചു. കുറച്ചുപേരെങ്കിലും പഠിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 26 വചനങ്ങൾ ഒന്നും ആയിട്ടില്ല കേട്ടോ. 35,526 വചനങ്ങൾ ഉള്ള കത്തോലിക്ക വിശുദ്ധ ഗ്രന്ഥത്തിൽ, കത്തോലിക്ക ബൈബിളിൽ 35,526 വചനങ്ങളാണ്. അതിൻ്റെ 1% പോലും നമ്മൾ പഠിച്ചിട്ടില്ല. 26 വചനങ്ങളാണ് ഈ ഒരു മാസം കൊണ്ട് നമ്മൾ പഠിക്കാനായിട്ട് ആഗ്രഹിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം പഠിക്കുന്നത് യോഹന്നാൻ ശ്ലീഹ എഴുതിയ 3-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 2-ാം വാക്യമാണ്. ഒരൊറ്റ അധ്യായമേ ഉള്ളൂ. ദ തേർഡ് ലെറ്റർ ഓഫ് സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 1 വേഴ്സ് 2. അതിങ്ങനെയാണ് പറയുന്നത്: വാത്സല്യഭാജനമേ, നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യമുണ്ടാകട്ടെ എന്നും നീ ആരോഗ്യവാനായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് യോഹന്നാൻ ശ്ലീഹ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. വാത്സല്യഭാജനമേ, ഇതെൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥന. ഒരു വ്യക്തിയെ അനുഗ്രഹിച്ചുകൊണ്ട്, നമ്മുടെ മുന്നിൽ വരുന്ന ഒരു വ്യക്തിയെ അനുഗ്രഹിച്ചുകൊണ്ട് തന്നെ സ്നേഹത്തോടെ അവരോട് പറയേണ്ടതാണ്: ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ വ്യക്തിയോടും നാം പറയണം: ദൈവം അനുഗ്രഹിക്കട്ടെ മകനെ, മകളെ, ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളെ. അത് നമ്മുടെ നാവിൽ നിന്നുണ്ടാകേണ്ട അനുഗ്രഹ വചനമാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ തന്നെ നാം ഒരു വ്യക്തിയെ അനുഗ്രഹിച്ചു വിടണം. Beloved, I pray that all may go well with you and that you may be in good health, just as it is well with your soul. അതായത്, നമ്മുടെ മുന്നിൽ വന്നിട്ട് പോകുന്ന ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുമ്പോൾ, ഇതെൻ്റെ ഒരു അനുഭവമാണ്. പലരും എൻ്റെ മുന്നിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഞാനിങ്ങനെ പറയാറുണ്ട്: ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ചിലരൊക്കെ തിരിച്ച് വന്നിട്ടുണ്ട്, എന്തേ അങ്ങനെ പറഞ്ഞേ? ഞാൻ പറഞ്ഞു: ദൈവം അനുഗ്രഹിക്കട്ടെ. അതൊരു അനുഗ്രഹ വചനമല്ലേ, അത് നിങ്ങൾക്കൊരു അഭിഷേകമായി മാറിക്കോട്ടെ, അതെൻ്റെ ഒരു ആഗ്രഹമാണ് എന്ന് പറയും. ഇതായിരിക്കണം നമ്മുടെ ആഗ്രഹം. നമ്മുടെ മുന്നിൽ വരുന്നവരെ അനുഗ്രഹിച്ച് വിടണം. ഇന്ന് നമ്മുടെ ഒരു ചെയ്തി, ഒരു പ്രവൃത്തി അങ്ങനെ ആയിരിക്കട്ടെ. നമ്മുടെ മുൻപിൽ വന്നു പോകുന്ന ഒരു വ്യക്തിയെ ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ എന്നൊന്ന് പറഞ്ഞു വിട്ടാൽ അവർക്കും സന്തോഷമാണ്. എന്നോട് പലരും തിരിച്ചു വന്ന് അങ്ങനെ ആ വാക്കൊന്ന് പറയുമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവർക്കൊരു അനുഗ്രഹമാണ്, അവർക്ക് സന്തോഷമാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മൾ 26 വചനങ്ങൾ, ഇന്നുൾപ്പെടെ 27 വചനങ്ങളാണ് പഠിച്ചത്. ഈ വചനങ്ങൾ ഒരിക്കൽ കൂടി നാം പഠിക്കണം, ആവർത്തിക്കണം. വചനം നിങ്ങൾക്കൊരു അഭിഷേകമായിട്ട് മാറും. നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി മാറും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.